ഓൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ട് എ-ലൈൻ കുർത്തിയാണ്. വിത്ത് ലൈനിങ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ കോട്ടൺ നെറ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് കോട്ടൺ പ്ലെയിൻ ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത്, സെയിം കളർ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിനും സെയിം ലെന്ത് തന്നെ എടുത്തിട്ടുണ്ട്. 50 ഇഞ്ച് ലെന്ത് എടുത്തിട്ടുണ്ട്. 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിനെടുത്ത് വിഡ്ത്ത് വൈസിൽ 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലെന്ത് എടുത്തിരിക്കുന്നത് 50 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് വൺ സൈഡിൽ 17 ഇഞ്ചാണ്, അതായത് 34 ഇഞ്ചാണ്. അതിനെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഷോൾഡർ കൊടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ആം ഹോള് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റിനായിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെന്തായിട്ട് 14.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ 14.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. അതിനുശേഷം ഈ 2 പോയിൻറ്റ്സും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ടോപ്പിൻ്റെ എൻഡിലേക്ക് ഞാൻ ഫിംഗർ വെച്ചേക്കുന്ന പോയിൻ്റിലല്ലേ വേസ്റ്റിൽ നമ്മൾ സീം അലവൻസ് ഇട്ട ആ പോയിൻറ്റിൽ നിന്ന് ചരിച്ച് എൻഡ് വരെ ചരിച്ച് വരയ്ക്കുക. മാക്സിമം എടുത്ത് കിട്ടത്തക്ക രീതിയിൽ ചരിച്ച് വരയ്ക്കുക. ചരിച്ച് വരയ്ക്കുക. ഞാൻ ഈ ഫിംഗർ കാണിക്കുന്ന പോയിൻറ്റിൽ കൂടെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. മാർക്കിംഗ് അത്ര തെളിഞ്ഞ് കാണാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഫിംഗർ വെച്ചിട്ട് കാണിക്കുന്നത്. മാർക്ക് ചെയ്ത പോയിൻറ്റിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പോർഷനിലെ നല്ല ക്ലോത്ത് എടുക്കുക. നല്ല ക്ലോത്തിനെയും 17 ഇഞ്ച് വിഡ്ത്ത് വൈസിൽ മടക്കിയിടുക. ലെന്ത് എടുത്തിരിക്കുന്നത് 50 ഇഞ്ച് തന്നെയാണ്. അതിനുശേഷം ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ലൈനിങ് മുകളിലിട്ട് പിൻ ചെയ്തെടുക്കുക.
പിൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. തുണി തെന്നി മാറിപ്പോകാതിരിക്കാനൊക്കെ നല്ലതായിരിക്കാം, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അങ്ങനെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുക, നേരത്തെ കാണിച്ച പോലെ തന്നെ. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ബാക്ക് പോർഷൻ്റെ കട്ട് ചെയ്ത് വെച്ച പീസ് വെക്കുക. വെച്ചതിന് ശേഷം ആം ഹോൾ സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത് നമ്മളിവിടെ പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ടിന് 2 ജോയിൻസ് വരും. ആ ജോയിൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ക്ലോത്തിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നത്. നിങ്ങൾ 2 സൈഡിലും പ്രിൻസസ് കട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. 2.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിരുന്നാൽ മതി. അങ്ങനെ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പോർഷനെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി നല്ല ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 17 ഇഞ്ച് വിഡ്ത്ത് വൈസിൽ നല്ല ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിടുക. ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങും നല്ല ക്ലോത്തും വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് വരയ്ക്കുക. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷൻ മാത്രമാണിത്. ആം ഹോൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ചെയ്യാം. അതിനായിട്ട് ഫോൾഡഡ് പോർഷനിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫോൾഡഡ് പോർഷനിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 പോയിൻറ്റ്സും ചേർന്ന് നിന്ന് ആം ഹോളിൻ്റെ മിഡിലിലേക്ക് ചരിച്ചു വരയ്ക്കുക. ആം ഹോളിൻ്റെ മിഡിലിലേക്ക് ചരിച്ച് വരച്ചതിന് ശേഷം താഴെയും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കർവ് ഷേപ്പിൽ അവിടെയും വരച്ചെടുക്കുക. അതിനുശേഷം താഴേക്ക് എൻഡിലേക്ക് എ ലൈൻ ഷേപ്പിൽ വരച്ചെടുക്കുക.
ലൈൻ ഷേപ്പിൽ വരച്ചെടുക്കുക. നമ്മുടെ മാർക്കിങ്സ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ആം ഹോളിൻ്റെ മിഡിൽ കൂടെ ഇങ്ങനെ കർവ് ഷേപ്പിൽ വന്ന് എൻഡ് വരെ ലൈൻ ഷേപ്പിൽ വരിക. ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഒരുപാട് ലെന്തായി പോകുന്നുണ്ട്. ഞാൻ സ്റ്റിച്ചിങ്ങിന് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉടൻ തന്നെ ആ വീഡിയോ ഇടുന്നതായിരിക്കാം. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നെക്കും സ്ലീവും ചെയ്തെടുക്കാം. ഇത് നെക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ബാക്ക് നെക്കിന് വേണ്ടിയിട്ടാണ്. ഒരു പീസ് ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ലെന്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കതിനെ ബോക്സായിട്ട് വരച്ചെടുക്കാം. ഞാനിവിടെ യൂനെക്കാണ് ചെയ്യുന്നത്. അതിനുശേഷം യു വരച്ചെടുക്കുക. എന്നിട്ട് പുറത്തേക്ക് ഒരു 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്തിടുക. എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്കിനി ഫ്രണ്ട് നെക്ക് കൂടി ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിന് യൂനെക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഒരു പീസ് ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 3.5 ഇഞ്ച് തന്നെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. നെക്ക് ലെന്തായിട്ട് 6.5 ഇഞ്ചും മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ബോക്സ് വരച്ചതിന് ശേഷം യു ഷേപ്പിൽ വരച്ചെടുക്കുക. നേരത്തെ ചെയ്ത പോലെ പുറത്തേക്കൊരു 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് നല്ല ക്ലോത്തും ലൈനിങ്ങും കൊടുക്കുന്നുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് 2 പീസ് ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് പറയാം. 4 ഫോൾഡായിട്ട് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിനെ. ഫസ്റ്റ് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 17.5 ഇഞ്ചാണ് ലെന്ത് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് ഒരു സൈഡിൽ 9.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഓപ്പൺ സൈഡിൽ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം എൻഡിൽ സ്ലീവിൻ്റെ എൻഡിലുള്ള അളവ് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 6.5 ഇഞ്ചാണ് സീം അലവൻസും ചേർത്ത് എടുത്തിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക. വരച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുക.
സ്ലീവിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ നല്ല ക്ലോത്തിനെയും കട്ട് ചെയ്തെടുക്കാം. സെയിം അളവിൽ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.